ഗെറ്റ് റെഡി വിത്ത് മീ ആക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ മേക്കപ്പ് ലുക്കൊന്നുമല്ല, ഞാൻ നോർമലി എന്നും ചെയ്യുന്ന ആ ഒരു നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓഡിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസ് ചെയ്തു, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ടു, അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ BB ക്രീമാണ് അപ്ലൈ ചെയ്യാറ്. ഇത് പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറ് കുറവാണ്, ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഫൗണ്ടേഷൻസ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫൗണ്ടേഷൻസ് ഇതാ ഫിറ്റ്മിയുടെയും അതുപോലെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനും അതുപോലെ ഡെർമാക്കോൻ്റെ ഒരു BB ക്രീം എന്ന് തോന്നുന്നുണ്ട്. BB ക്രീമാണ്. സോ ഇത് രണ്ടാണ് എൻ്റെ കയ്യിലൊരു ഫൗണ്ടേഷൻ എന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഒരു BB ക്രീമും. പക്ഷെ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്കെന്തോ ഇത് ഇട്ടാൽ ഭയങ്കര പൊട്ടിയടിച്ച പോലെ തോന്നും. സോ ഇതാണ് ഞാൻ ഇടാറ്. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കൺസീലർ പാലറ്റ് ഉണ്ട്, ഇൻസൈറ്റിൻ്റെ ആണ്. ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, കുറച്ച് അഫോർഡബിളും ആണ്, നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ ഇതും ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് സൗണ്ട് ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് പിമ്പിൾസോ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് കവർ ചെയ്യാമെന്നാണ് പറയാറ്. ബട്ട് ഞാൻ കവർ ചെയ്തിട്ട് അങ്ങനെ പോകാറുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എനിക്കിത് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസൊക്കെ കവർ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഞാൻ എന്താ പറയുക, ബ്രഷോ അതുപോലെ ബ്ലെൻഡറോ ഒന്നും യൂസ് ചെയ്യണില്ല. എനിക്ക് എപ്പോഴും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള കൈ തന്നെയാണ്. കൈ വെച്ചിട്ട് തന്നെ ഞാൻ എല്ലതും ഇടാറ്. ബ്രഷായിട്ടും ബ്ലെൻഡറായിട്ടൊക്കെ ഇടുമ്പോൾ എന്തോ എവിടെ ഇവിടെയൊക്കെ ഒന്നും സെറ്റാവാത്ത പോലെ തോന്നും. സോ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. നമുക്ക് ആദ്യം ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഫേസിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തു, ചെറുതായിട്ട് ലിപ് ബാം ഇട്ടിട്ടുണ്ട്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പോലും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ വെച്ചിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് കൺസീലർ, അപ്പോൾ ഞാൻ ഈ രണ്ട് കാണുന്നുണ്ടോ, കണ്ടോ ഇത്, ഈ രണ്ട് ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുക. പിന്നെ ഈ ഓറഞ്ച് റയറായിട്ട് എടുക്കും, പിന്നെ ഇത് ബാക്കിയൊക്കെ പിന്നെയും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മിറർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എൻ്റെ ഫേസിലുള്ള പിമ്പിൾസും കുഞ്ഞു കുഞ്ഞു മാർക്സൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, ഞാനിതിൽ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഫേസിൽ ചെറിയ ചെറിയ, എനിക്കിത് ഈ സൈഡിലൊരു പിമ്പിൾ വന്നിട്ടുണ്ട്, അപ്പം അത് കവർ ആവുമോ എന്ന് നോക്കാം. സത്യം പറഞ്ഞത് യൂസ് ചെയ്യേണ്ട രീതിയൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഐഡിയ പോലെ യൂസ് ചെയ്യാന്നുള്ളൂ. ഓക്കെ, പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല പുട്ടി അടിച്ച് പൊളിയും. അപ്പോൾ ഇതെനിക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടാത്തത്. ഓക്കെ, പോകുന്നുണ്ടോ? നമ്മുടെ സ്കിൻ ടോൺ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണിനുള്ള എല്ലാ കളേഴ്സും ഉണ്ട് ഇതിൽ. എൻ്റെ സ്കിൻ ടോൺ ഇതൊക്കെയെന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇടാൻ ചെയ്യാവൂ. ഓവറായിട്ട് പുട്ടടിച്ച പോലെ ഒന്നും ആവില്ല എന്നാണ് വിശ്വാസം. ഞാനിത് എങ്ങനെയും ഇതിൽ അത്രയും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ ഇട്ട് യൂസ് ചെയ്യാറ്. ചെറുതായിട്ടൊക്കെ കവർ ആയിട്ടുണ്ട് അല്ലേ. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഞാൻ അങ്ങനെ കവർ ചെയ്യാറൊന്നുമില്ല, അതങ്ങനെ കിടന്നോട്ട് വയ്ക്കും. പിന്നെ ഓവറായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട്സൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇഗ്നോർ ചെയ്തോടും, വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഫേസ് സ്കാനഡയുടെ സ്ട്രോബ് ക്രീമാണ് കേട്ടത്.
സംഭവം ഇത് കുറച്ച് അതിൻ്റെ കയ്യിൽ അതാണ് ഇങ്ങനെ പ്രിൻ്റൊക്കെ ഇളകിപ്പോയിക്കുന്നത്. പക്ഷെ ഇതിൽ കുറച്ചുണ്ട്. അപ്പം ഈ ഒരു സ്ട്രോബ് ക്രീമും ബേബി ക്രീമും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇടാറുണ്ട്. നമുക്ക് അങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. നമുക്കാദ്യം ബേബി ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം. കുറച്ചിട്ടാൽ മതി, കൂടുതലൊന്നും ഇടണ്ട. സിമ്പിളാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേബി ക്രീമൊക്കെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറച്ചിട്ടാൽ മതി, അതിന് നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻവൈബേൻ്റെ എന്നും ഇതിൽ 2 ഷെയ്ഡ് നിലത്ത് വീണിട്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ, തീർന്നതൊന്നുമല്ല, നിലത്ത് വീണിട്ട് അങ്ങനെ പൊട്ടിപ്പോയതാണ്. പിന്നെ ഞാൻ അതിൽ കൂടുതലും യൂസ് ചെയ്യാറുതാ ഏതൊക്കെയായിരുന്നു, ഈ 2 പിങ്കല്ല, ഈ 2 ഷെയ്ഡും അതുപോലെ ഗ്ലിറ്റർ ഈ ഷെയ്ഡും പിന്നെ ഈ ഒരു ഷെയ്ഡും യൂസ് ചെയ്യാറുണ്ട്. ഈ മേലത്തെ 2 ഷെയ്ഡൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഷെയ്ഡ്സൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഈ ഒരു കളറാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഒരു കണ്ണുമ്മ കൂടിയില്ലേ, ഒരു കണ്ണുമ്മ കുറയും ചെയ്തു. അങ്ങനെ ഇതുണ്ടല്ലോ, ഈ 2 ഷെയ്ഡും ഈ 2 ഷെയ്ഡ്സ് ഇടാറ്. അപ്പോൾ ഇത് 2 ഇട്ടിട്ട് കൂടി കഴിയുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വൈറ്റ്, ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇടാറുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് മൈൽഡായിട്ട് നിൽക്കും. കണ്ടോ, സെറ്റായി. ദെൻ ഈ ഒരു ഐ ഷാഡോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഇങ്ങനെ ലൈൻ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓവറാക്കണ്ട, കണ്ണിൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടാണ് ഐലൈനർ. ഇത് ഏതിൻ്റെ ആയിരുന്നു, മില ബ്യൂട്ടിയുടെയാണ് ഐലൈനർ യൂസ് ചെയ്യുന്നത്. സോ ഐലൈനർ എഴുതി കൊടുക്കാം. ഞാൻ കൂടുതൽ തിക്നെസ്സിലൊന്നും എഴുതാറില്ല, ചെറുതായിട്ട് ചെറിയ തിക്നെസ്സിലാണ് എഴുതാറുള്ളൂ. സോ ഗൈസ്, ഐ ലൈൻ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് എഴുതിയിട്ടുള്ളൂ, ഓവർ തിക്നെസ്സൊന്നും ആക്കിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് മസ്കാരയാണ്. ഇത് നമ്മുടെ മാൾസിൻ്റെ കേട്ടോ, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് 2 സ്റ്റെപ്സൊക്കെ ഉണ്ട്, ഇതുപോലെ കാണുന്നുണ്ടോ, കണ്ടോ. ഒന്ന് വോളിയം തോന്നിക്കാനും അതുപോലെ തന്നെ ലെങ്ത്ത് തോന്നിക്കാനൊക്കെ ഉള്ള 2 ഇതുണ്ട്. ഓക്കെ, എനിക്ക് നോർമലി ഐലാഷസ് കുറവാണ്. സോ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഉള്ളതുപോലെ തോന്നിക്കും. അയ്യോ, ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടതുമ്പോൾ ഞാനൊന്നും ഇട്ടിട്ടില്ല. നെക്സ്റ്റ് കുറച്ചും കൂടി തിക്നെസ് തോന്നിക്കാൻ, വോളിയം തോന്നിക്കാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. നല്ല രീതിക്ക് ലാഷസൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. ഐലാഷസ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിക്ക് നല്ല തിക്കായിട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് ബ്ലഷ് വേണം. ബ്ലഷിൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. സോ ഇതിൽ 2 ബ്ലഷ് ഉണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള, ബ്രാൻഡൊക്കെ പോയിക്കുന്നു, ബ്രാൻഡൊന്നും കാണാനില്ല. ഇതൊന്നും കളർ എന്തോ കാണാനില്ല, ബ്രാൻഡ് ഏതാണെന്ന് അറിയില്ല. പക്ഷേ 2 ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. ഒന്ന് ലൈറ്റും അതുപോലെ തന്നെ ഒന്നൊരു ഡാർക്ക് കളർ. നല്ല ബ്ലഷാണ്, ഒരു പൗഡർ ടൈപ്പാണ് വരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഇരുന്നു ഇൻസൈറ്റിൻ്റെ ഉണ്ടത്. ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് സ്ട്രോബെറി ഡിപ്പാണ്. ഓക്കെ, ഇതൊരു എന്താ പറയുക ക്രീമി ടെക്സ്ചറിലാണ് വരുന്നത്. ക്രീമി ടെക്സ്ചറാണ് കൂടുതലും, ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, ബ്ലഷ് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അത് വെച്ചിട്ട് ഞാൻ കുറേ ഒന്നും ഇട്ടില്ല, കുറച്ച്. ഇതിപ്പോൾ കുറേ ഉണ്ടല്ലേ. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ടെക്സ്ചർ ആകുമ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നല്ല സുഖമാണ്. സ്ട്രോ ക്രീം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പിങ്കിഷ് കളർ വരും. സോ ഗൈസ്, അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോഴാണ് നമ്മളൊരു ലുക്ക് കംപ്ലീറ്റ് ആയതില്ലേ. നല്ല ഷെയ്ഡാണ് കേട്ടോ ഇത്, നല്ല അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ മാച്ച് ആവും. മേബെലിൻ്റെ മെയ്ഡ് ഈസി ആണ് ഷെയ്ഡ്. എന്തായാലും അടിപൊളിയാണ്, അഫോർഡബിളാണ്. റേറ്റും അതെ, നല്ല രീതിക്ക് അഫോർഡബിളാണ്. ആൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ലിപ് ഗ്ലോസ് ഇടാം. ഇത് മാൾസിൻ്റെ ചെറി കോള എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ലൊരു ഷൈനിങ്ങോടെ നിൽക്കും. ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക നല്ലൊരു ഷൈനിങ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇടാൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ കിട്ടാലേ അത് ചിലപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ആവും. ചിലപ്പോൾ അങ്ങനെ നല്ല എന്താ പറയുക നല്ല ഗ്ലോ ആയിട്ട് നിൽക്കണതല്ലേ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇട്ടാൽ അതാണ് ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല ഷൈനിങ് ആണ്, നല്ല ഭംഗിയില്ലേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ലാസ്റ്റ് നമുക്കൊന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇതും ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. കഴിഞ്ഞിട്ട് ഇതിലൊന്നുമില്ല, കുറച്ചുള്ളൂ. സോ അതും കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മളെ മേക്കപ്പ് അവസാനിപ്പിക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ കൂടുതൽ വലിയ മേക്കപ്പ് ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഷോൾ ഇതില്ല, ഷോളൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ഷോൾ ഞാൻ ഇത് ചെയ്യുന്ന കാരണം ഇങ്ങനെ ഇട്ടതാണ്. സോ ഷോളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, ആൻഡ് നിങ്ങൾക്കിത് ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.